വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇന്നലത്തെ ദിവസം ഫുള്ള് നമുക്ക് റെസ്റ്റിന്റെ ദിവസമായിരുന്നു. നമ്മൾ ഫുൾ കിടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദിവസം ഫുൾ ക്ലീനിങ്, വാഷിങ്, അങ്ങനെ. കാരണം നമ്മൾ ഇത്ര ദിവസത്തെ ട്രിപ്പ് പോയപ്പോൾ അത്രയും ഡ്രസ്സുകൾ നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലായിരുന്നു നമുക്ക് മമ്മിയുടെ അടുത്ത് അലക്ക് എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പറയണ്ട, നമ്മളവിടെ വരുന്നു, ബാഗ് വെക്കുന്നു, അത് അവരെന്നെ എടുക്കുന്നു, അലക്കുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ തന്നെ അലക്കണം. കറക്റ്റ് സമയത്ത് നമുക്ക് വാഷിംഗ് മെഷീനും കംപ്ലൈന്റ് ആയി. നമ്മൾ സ്വന്തമായി അലക്കി ഫുഡൊക്കെ വെച്ച് നമ്മൾ പക്കാ നോർമൽ ലൈഫിലേക്ക് വരുവാണ്, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ നാളെ മുതൽ നമ്മൾ ക്ലാസ്സിൽ പോകും. നമുക്ക് ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു, പക്ഷെ നാളെ മുതൽ നമ്മൾ ക്ലാസ്സിൽ പോകണം. നമ്മള് അപ്പോ ഓക്കെ, അതൊക്കെ ഇവിടെ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് കുറേ പേര് നമ്മുടെ ഇല്ല, ഒന്ന് രണ്ടുപേര് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് അങ്ങനെ പറഞ്ഞ രണ്ടുപേരാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടന്റ് വേണം. അപ്പൊ നമ്മള് കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് ഞങ്ങള് തുടങ്ങിയതാണ്, അതായത് വെയിലത്ത് തുടങ്ങിയ സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ചന്ദനം വന്നു. സമയം ഇപ്പൊ 7 മണിയാവും, 7:45. എപ്പൊ തുടങ്ങിയത്? പക്ഷെ ഇപ്പോഴും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. 1.25 മണിക്കൂറായി ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഹലോ ഗൈസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതിയായി. ഇനി ഇത് ഞങ്ങള് ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇതായിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. എന്ത് വന്നാലും അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ടൂർ പോയപ്പോ നമ്മൾ കുറെ സാധനങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഷോപ്പ് ചെയ്തതില് മറ്റു ബാഗോ ഓക്കെ ഷോപ്പ് ചെയ്തതില് കുറച്ച് സാധനങ്ങൾ നമ്മള് ഇന്ന് കാണിച്ചു തരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ടിങ്കിൾ മറിയും ഒരുപോലത്തെ ഒരു ബാഗ് വാങ്ങിച്ചായിരുന്നു. ഇതാണത്. ഇതില് മറ്റേ ടൈ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് മേടിച്ചാൽ മതി, കാരണം സ്പേസില്ല. അപ്പൊ ഇതാണ് ആ ബാഗ്. ആ ബാഗില് ഇത് ഒരു നമുക്ക് കോളേജിലേക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പൊ എല്ലാം കൂടി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ബുക്കും ലാപ്ടോപ്പും ലഞ്ച് ബോക്സും എല്ലാം കൂടി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത്. അപ്പോ ഇതില് എന്താ പറയാ, ഇതിനൊരു 300 rupees 3000 എന്നൊക്കെ പറയുമ്പോൾ 300 rupees ആയിട്ടുണ്ട്. അവര് നല്ല സ്റ്റാർട്ടിങ്ങിൽ അവർ എന്തായാലും നല്ല റേറ്റ് ആയിരിക്കും തുടക്കത്തിൽ പറയാ. പിന്നെ നമ്മുടെ ബാർഗൈനിങ് പവർ പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്നത്. അതെ. അപ്പോ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി വാങ്ങിച്ച ബാഗാണ് ഇത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സംഭവം മീഷോയിലും നമുക്ക് അങ്ങനത്തെ ആപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്കത് വേർത്തായി തോന്നി, നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ആകെ നമ്മൾ കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇതാണ് തുപ്പിടും. കണ്ടോ? സോറി ഗൈസ്, കട്ട് ചെയ്യാൻ പറ്റൂലല്ലേ? ഇല്ല, കട്ട് ചെയ്യുന്നില്ല. നമ്മളിത് റോ ആയിട്ട് ഇടും. ഇതൊരു ആഗ്രയിൽ ഒരു അപ്പാപ്പൻ അച്ചാച്ചൻ, നമ്മളെ അപ്പാപ്പൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു ആള് കൊണ്ടുവന്നതാ. 10 രൂപയുടെ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. അങ്ങനെ നമുക്ക് വണ്ടീന്റെ അല്ലെ റൂമിന്റെ ഒക്കെ ചാവിലൂടെ അല്ലേ ഹൃദയം അങ്ങനെ സൂക്ഷിക്കാം. ഇത് ലൈറ്റ് ഇതിന്റെ ഉള്ളിൽ താജ്മഹലാണ് ഗൈസ്. താജ്മഹൽ അല്ലേ? കാണിച്ചു താജ്മഹൽ. ഓക്കെ ഗൈസ്, അങ്ങനെ അതങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഒരു ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കാണിച്ചു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മള് എല്ലാരും വാങ്ങിയിട്ട് ഇവിടെ ഉള്ള മിക്കവരും ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 20 രൂപയ്ക്ക് ടിങ്കിൾ മറിയുടെ മേലുണ്ട്. എന്റെ മേലെയാണ്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ താജ്മഹലിന് കഴിഞ്ഞ എനിക്ക് വാങ്ങണം മൂടില്ലേ, ഇവരുടെ തലേന്ന് ഇല്ല, ഞാൻ താജ്മഹലിന്റെ അവിടെ വാങ്ങിയോ. ആഗ്രയിലും ഉണ്ടായിരുന്നു ഇത്. ഞാൻ ഡൽഹിന്ന് വാങ്ങിയത്. അയ്യോ ശരിയാ, ആഗ്രയിലല്ലേ താജ്മഹല്. അതായത് ഞങ്ങളുടെ റൂമിന്റെ മുമ്പിലും വന്നായിരുന്നു. അവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ താജ്മഹൽ പിറ്റേ ദിവസം നമ്മൾ താജ്മഹൽ പോയപ്പോഴാണ് ഞാനും അവിടുന്ന് ഞാൻ വരാൻ നോക്കുമ്പോൾ എന്നോട് എന്റെ കയ്യിൽ പൈസ ഇല്ല. അവിടെയാണ് ലിക്വിഡ് മണിയേ വേണ്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ ജിപേ ചെയ്ത് കൊടുത്തിട്ട് ചോദിച്ചില്ല, അവിടെ ആരും ചോദിച്ചില്ല വിസ്മയ, നമ്മളിത് വാങ്ങി അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ടിങ്കിൾ മറിയന്റെ റൂമിലുണ്ട്. ഇതെന്റെ റൂമാണ്. പിന്നെ വേറെ ഒരു താജ്മഹൽ ഉണ്ട്. ഇതാണ് അത് ഫ്രിഡ്ജ് മാഗ്നറ്റ്. അപ്പൊ ഇത് ജസ്റ്റ് 10 രൂപ അങ്ങനെ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ആഗ്രഹിന്ന് വാങ്ങിയതാണ്. ഇത് ബ്രാൻഡ് ആയിട്ട് നമ്മൾ കാണിക്കാണ്, ഓർഡറിലൊന്നും അല്ല കാണിക്കുന്നത്. പിന്നെ എല്ലാ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ചപ്പൽസ് അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി സൈഡാക്കി വെച്ചു. കാരണം നമുക്ക് ഇന്ന് നാളെ കൈ കിട്ടി എന്തൊക്കെയാണോ ഉള്ളത് അത് കാണിക്കുന്നത്, അല്ലാണ്ട് എടുക്കാൻ വയ്യ. വീഡിയോ എടുത്തോണ്ടിരിക്കാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് തുറക്കാം. ഓക്കെ, അടുത്ത ആള്. ഇതാണ് അവസ്ഥ. കാരണം ഞങ്ങൾ തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് മൊത്തം. MBA സ്റ്റുഡൻസ് തന്നെയാ, നമ്മുടെ ക്ലാസ്സിലുള്ളവർ തന്നെയാണ് ഈ ബിൽഡിംഗിന് മുഴുവൻ. എന്താ വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വെറുതെ വന്നിരുന്ന് ഇതാക്കും. അപ്പൊ അങ്ങനെ എടുത്തു. പിന്നെ ടിങ്കിൾ മറിയുടെ ബാഗൊക്കെ ഞാൻ കൂടുതലും ബാഗാന്ന് തോന്നുന്നു ഈ പ്രാവശ്യം. നമ്മളെല്ലാവരും ബാഗ്. ഇതൊരു ബാഗ്, ഇതിങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ കവർ അല്ല ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് കാര്യം. അപ്പൊ അങ്ങനെ ഈ ഡ്രസ്സിന് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് യൂസ് ചെയ്തു.
പിന്നെ അതുപോലെ ഒരു ബ്ലാക്ക് കളറുണ്ട്. കാണിച്ചു വിസ്മയ ചെയ്യാൻ എന്റെ ഞാൻ പെട്ടെന്ന് ചടപട കാണിക്കും. ഇതാണ് ആ ബാഗ്. എനിക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാണൊരു ബാഗ്. പിന്നെ ഇതൊരു ചെസ്റ്റ് ബാഗ്. ഞാനിത് എന്റെ ബ്രദറിന് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ എന്റെ ബ്രദറിന് വാങ്ങിച്ചു. ഞാൻ അവന് വേണ്ടി ഞാൻ എന്റെ ബ്രദറിന് ആരും വാങ്ങും അത് ബെൽറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാണ്. ഇതാണ് ബെൽറ്റ്. അതും ഇത്ര 1400 രൂപയുടെ ബെൽറ്റാണ് ഞാൻ അവന് ഗിഫ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ 1400 രൂപയുടെ ബെൽറ്റ് ഞാൻ വേറെ 70 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. മറ്റേ സ്റ്റിക്കർ ഇടാം ബാക്കിൽ പറയും. അതെ, ബാർഗൈനിങ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര പൈസ കുറവിന് സാധനങ്ങൾ വാങ്ങാം. അല്ലെങ്കിൽ ഇതിനൊന്നും അത്ര പൈസ ഇല്ല. ഇതെല്ലാം അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത്? പിന്നെ മണാലിന്ന് ഒരു പെയിന്റിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നും എടുത്തില്ല. ടിങ്കിൾമറയുടെ മേളില്ല. അപ്പൊ നമുക്ക് എന്താ കാണിക്കണ്ടേന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇത് വലുത്, അതിന്റെ തന്നെ ഒരു ചെറിയ ഇത് പെയിന്റിംഗ് ആണ് കേട്ടോ. അതായത് അവിടെ ഉള്ള ആളെ തന്നെ വരച്ചതാണിത്. നമ്മള് ലൈവായിട്ട് കണ്ടു. അപ്പൊ നമുക്ക് അങ്ങനെ ഇഷ്ടമായി. മണാലിന്ന് അങ്ങനെ എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ മണാലിന്ന് വാങ്ങിയ ഒരു പീസാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു പീസാണ് ഞാൻ വാങ്ങിയത്. സംഭവം ഇവൾക്ക് ഇത് ഒരു 50 രൂപയ്ക്ക് കിട്ടിയെങ്കിൽ ഞാനിത് 100 രൂപയ്ക്കാണ് വാങ്ങിയത്. ഞാൻ ഇത് രണ്ടും കൂടി നമ്മൾ ആദ്യം പോയ ഷോപ്പിൽ 150 രൂപ റേറ്റ് പറഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഷോപ്പിലേക്ക് വന്നപ്പോൾ 100 രൂപ എന്ന് കണ്ടപ്പോൾ അത് ലാഭമായി തോന്നി. പിന്നെ ഇതുപോലത്തെ ഒരു ബാഗും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ജിമ്മിൽ, അല്ലെങ്കിൽ നമുക്ക് 1 ഡേ ട്രിപ്പ് എല്ലാം. ഇത് ഭയങ്കര ലാഭമായിരുന്നു. ഇല്ല, ഞാൻ വാങ്ങിയില്ല. പക്ഷെ ഒരുവിധം എല്ലാരും വാങ്ങിച്ചു. എല്ലാവരും സെയിം കളർ. ഇവിടെ ഹാപ്പി എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു വെച്ച സാധനങ്ങൾ, അതാണ് എടുക്കാത്തത്. ഒന്നും എടുക്കാൻ ഇതുപോലത്തെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാഗ്. പിന്നെ എന്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങാൻ നിന്നില്ല. പക്ഷെ ഇത് നല്ല ലാഭത്തിൽ കിട്ടിയ. പക്ഷെ ഏറ്റവും ലാഭം എനിക്കാണ് കിട്ടിയത്. 130 കിട്ടി. ബാക്കിയിലേക്കും 150, 200 ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് 130 കിട്ടി. എനിക്കും ജോജുനും ഐശ്വര്യക്കും 130. ഞങ്ങൾ 3 ആൾ ഒരുമിച്ചാണ്. പിന്നെ ഇത് ടിബറ്റ് ഫ്ലാഗ്. ഇതിനൊരു കഥയുണ്ട് വയസ്സ്. ഫ്രീ ആയിട്ടില്ല. ഞങ്ങൾ മണാലിയിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്ത് വരുന്നു. അപ്പം നമ്മളെല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോയോ അല്ലേ? ഷോപ്പിങ്ങിന് പോകുമ്പോ നമുക്ക് എന്താ വാങ്ങണ്ടേ നമുക്ക് പറഞ്ഞതാ വിസ്മയ ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിപ്പം ഒരു 5 ആൾക്കാർ ഒരുമിച്ച് പോയി. 5 ആൾക്കാർക്കും വേറെ വേറെ സാധനങ്ങളായിരിക്കും വാങ്ങിക്കേണ്ടത്. അപ്പൊ നമ്മൾ 5 ആൾക്കാർ ഇങ്ങനെ നിൽക്കേണ്ടി വരും. സമയം അപ്പൊ നമുക്ക് ഈ 5 ആളോട് ഒരു ടൈം പറയാം, അല്ലെങ്കിൽ ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്താം. അങ്ങനെ നമ്മൾ അങ്ങനെ പലരും പല രീതിയിൽ അല്ല പല വഴിക്ക് പോയി അങ്ങനെ. അപ്പോൾ നമ്മള് ഫസ്റ്റ് ഒരുമിച്ച് പോയിട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കാണുമല്ലോ, എന്തായാലും എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ കണ്ടപ്പോൾ എൻ്റെ കൂടെ ഐശ്വര്യല്ല ചന്ദനയും ജോജും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് ഒരു സാധനം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഷോപ്പ് അവർ മറന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ഇത് കണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആളും പോയപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിന് എത്രയാണ്? അപ്പോൾ പറഞ്ഞു 50 രൂപ. ഇതിൽ 5 പീസ് ഉണ്ടാവും, പക്ഷേ ഈ ഒറ്റ ഒന്നിനാണ് 50 രൂപ. അപ്പോൾ അയാൾ അവിടെ ഇരുന്നിട്ട് ബിയർ കുടിക്കും. ഞാൻ അങ്ങനെ വെച്ച് അപ്പോൾ അയാൾ കോൾഡല്ലേ തണുപ്പല്ലേ നിൽക്കണ്ടേ, ഞാൻ അത് വെച്ചിട്ട്. അപ്പോൾ അയാളിങ്ങനെ അയ്യോ അയ്യോ എന്നുള്ള ഇതായി. അത് അയാളുടെ ഷോപ്പാണോ അയാൾ അവിടെ ലാബറട്ടറി നിൽക്കുന്നതാണോ എന്ന് അറിയാൻ പാടില്ല അല്ലേ? എനിക്കറിയില്ല. ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ കഥയിൽ ഞാനില്ല കൈ. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നാ ഗിഫ്റ്റ് ആയിട്ട് എടുത്തു എന്നിട്ട് 5 എനിക്ക് വന്നു. എന്നോട് ചോദിച്ചു ഇതാണോ വേണ്ട വലുതാണോ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇല്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടു എന്നോട് പറഞ്ഞു ഇന്ന് വെച്ചോ. പിന്നെ കിട്ടിയതല്ലേ കിട്ടിയതല്ലേ. ഞാൻ ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടോ. ഇതെന്താ സംഭവം എന്നുള്ളത് കാണിച്ചു. ഫ്ലാഗാണ് ഇത്, ഫ്ലാഗാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കാണിക്ക് വിസ്മയ അത് മടക്കി വെക്കണ്ടേ. പിന്നുമറി മടക്കി അതുപോലെ വെക്കുന്നതായിരിക്കും ഗോയ്സ്. ഇതാണ് ഇതിലില്ലേ. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഇങ്ങനെ അറിയില്ല. എനിക്ക് ഇന്ന് കിട്ടിയ അറിവാണ് ഇത്. നമ്മൾ കാറ്റത്ത് ഞാൻ ഈ ബൈക്കിലൊക്കെ അതിനാണ് ഇത് കാറ്റത്ത്. ഇതിലെ ഓരോന്നിലും മനുഷ്യന്റെ എന്തോ പഞ്ചഭൂ കറക്റ്റ് അറിയാൻ പാടില്ല എനിക്ക്, അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇത് കാറ്റത്ത് വേണം പോലും കെട്ടാൻ. കാറ്റത്ത് കെട്ടുമ്പോൾ ഇത് പാറണം പോലും. ഇത് പറക്കുമ്പോഴാണ് ഇതിന് പോസിറ്റീവ് സൈഡ് നമുക്ക് കിട്ടുക എന്നാണ് പറയപ്പെടുന്നത്. ഇതാണോ അറിയില്ല, ഇങ്ങനെയാണ് എനിക്കറിയുന്നത്. എനിക്ക് നെറ്റിയ വിസ്മയുടെ അറിവ് നമ്മൾ വ്യൂവേഴ്സിന് പങ്കുവെക്കുന്നതാണ്. അടുത്ത സാധനം കാണിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതുള്ളത്. പിന്നെ ഒരു ഷോക്സ് ആണ്. ഷോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്സ് അല്ല സോക്സ്. ഞാൻ സോക്സ് എന്ന് പറയുന്നത് പക്ഷെ എന്ത് വേറെ കേൾക്കുന്നു. ഓക്കെ നമ്മളെ ഞാൻ വൃത്തിക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്.
ഭയങ്കര ക്യൂട്ട്, നല്ല നല്ല ലൈറ്റ് കളേഴ്സ് ആണ് സാധനങ്ങളാണ്. ക്യൂട്ടായിട്ട് ഭയങ്കര ക്യൂട്ട്. ഓക്കെ നോക്കിണ്ട് കാര്യങ്ങൾ ഇഷ്ടമായത് ഇതാ. അത് രണ്ടും നല്ലത്. ചെറിയ ഹാർട്ട് വരുന്നത്. ഇതിൽ ടോട്ടൽ 6 എണ്ണം ഉണ്ട്. ബാക്കി ഹാപ്പിയുടെ നിങ്ങൾ രണ്ടാളും ഡിവൈഡ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അങ്ങനെയാണുള്ളത്. പിന്നെ എന്താ കാണിക്കാനുള്ളത്? പിന്നെ ബെൽറ്റ് കാണിച്ചില്ല, 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ലൈറ്റിൽ കത്തിച്ചിരുന്നത്. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, ഇവിടെ ലൈറ്റ് വരും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഗാലക്സി അല്ലേ ഇത് തീം. അപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു. എനിക്ക് ഇത് ഞാൻ സരോജിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. സംഭവം ഇത് കാണുമ്പോൾ ചാക്ക് പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ റൈറ്റിങ്സ് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ്. മാനിഫെസ്റ്റ് ഇറ്റ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയ ബാഗാണ്. ഇതും കോളേജിലേക്കൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് വാങ്ങിച്ച വാച്ചാണ്. ടൈറ്റഡ് ആണ് ഗൈസ്. സംഭവം നമുക്ക് സരോജിനിയിൽ പോയപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് അങ്ങനെ പല ബ്രാൻഡിന്റെ ഉഡായിപ്പാണ് ഗൈസ്. ആരും വീഴരുത്, അതൊന്നും ഒറിജിനൽ അല്ല. നീ വേണോ? ഞാൻ വാച്ചൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ ഫാസ്റ്റ് ട്രാക്ക് ഉള്ളപ്പോൾ ഞാൻ എന്തിനു ഡ്യൂപ്ലിക്കേറ്റിന്റെ പിന്നാലെ പോകണം? എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഗ്രാൻഡ്മയ്ക്കല്ലേ ഇഷ്ടമല്ല. അച്ഛമ്മയ്ക്കൊക്കെ ആകുമ്പോൾ അമ്മമ്മയ്ക്ക്. അപ്പം നമ്മളിത് പക്ഷെ കൊള്ളാല്ലേ കൈ വാച്ചിട്ടിട്ട്. അപ്പോൾ വെറും 150ക്ക് വാങ്ങിച്ച വാച്ച്. വെറും 150. ടൈറ്റൻ. ഓക്കെ. അയാൾ ഫസ്റ്റ് എന്നോട് എത്രയാന്ന് പറഞ്ഞത്? 600 രൂപ. 600 അല്ല, 600 അങ്ങനെ അങ്ങനെയാണ് പറയാവര്. നമ്മുടെ അപ്പം ഞാൻ 150 വാങ്ങിച്ചു. അതുപോലെ ഷൂസൊക്കെ ഇങ്ങനെ കുറേ ബ്രാൻഡിന്റെ ഷൂസൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ അതിനാൽ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ആണെന്ന് എടുക്കണ്ടല്ലേ. മണാലിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. കഴിഞ്ഞോ? ഇനി ബാക്കിയൊന്നും കാണിക്കണ്ടല്ലോ. എനിക്ക് പിന്നെ കുങ്കുമപ്പൂ വേണം കാണിച്ചരാം. അതിന്റെ കഥ പറയുന്നുണ്ടാ? ലാഭത്തിന്റെ കഥ? അതിന്റെ കഥ ഇതിന്റെ ഒരു വലിയ ബോട്ടിൽ ഞാൻ വാങ്ങി. സാഫ്രോൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാഫ്രോൺ വാങ്ങി. ഉത്തരം വേണം എനിക്ക്. പക്ഷെ അന്ന് നല്ല സ്മെല്ലുണ്ട്. അന്ന് ഒരു കുഞ്ഞു ചെക്കൻ്റെ പേര് നവീൻ, 12 വയസ്സ്. അപ്പോൾ അവൻ അന്ന് ലീവാണ്, അവിടെ എന്തോ ഉത്സവമാണ്. അപ്പോൾ ഇവൻ്റെ വീട്ടിലുണ്ട്. ഞാൻ കഥ മൊത്തം ചോദിച്ചിട്ടുണ്ട്. കഥ മൊത്തം ഇംഗ്ലീഷ് മേജ ഇവിടെ ഇരുന്ന് വിളമ്പാൻ നിൽക്കും. അപ്പോൾ ഞാൻ പറയും. പറഞ്ഞു. അപ്പോൾ അവൻ ആകെ 4-5 പേരുള്ള ഈ കഥയൊക്കെ കേട്ടിട്ട് ഇത് നമുക്ക് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ഫോണിൽ പോവാ അല്ല, ഫോണിൽ എങ്ങനെ പോയാലും നമുക്ക് ഇത് ഇത്രയും സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇരിക്കില്ല. സ്റ്റോറേജിന്റെ ഇഷ്യൂ വിചാരിക്കും. പക്ഷെ യൂട്യൂബ് അതവിടെ തന്നെ ഉണ്ടോ? ഇല്ല, ഉണ്ട്. മൂക്കട നിൽക്കണം ഗൈസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. നമുക്ക് എപ്പോഴെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ നമ്മളെന്ത് കണ്ണാപ്പികളായിരുന്നു, ഇങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ടൈം ആണെങ്കിൽ നമ്മൾ ഇത്ര എൻജോയ് ചെയ്തെന്ന് വിചാരിക്കാം. ഇല്ല, സ്ട്രഗിൾ ഒന്നും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പോൾ ഞാൻ നെഗ്ഗല്ലേ, ഞാൻ തള്ള വൈവാവുന്നുണ്ട് ഗൈസ്, വേപ്പ് തള്ള. അപ്പോൾ ഗൈസ് അപ്പോൾ ഒരു കുഞ്ഞു ചെക്കൻ, ഒരു 12 വയസ്സുള്ള നബി എന്ന് പറഞ്ഞ ചെക്കൻ. ഇല്ല, ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ട്. കുറേ സമയം അവിടെ ഇങ്ങനെ നിന്ന് ചോദിച്ചാൽ എന്താ ഇവിടെ വേണമെന്ന് ചോദിച്ചു. വേണ്ട, സംഭവം ഈ സാധനം നമ്മൾ ആരും യൂസ് ചെയ്യൂല. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം യൂസ് ചെയ്യില്ല, ഞാനും യൂസ് ചെയ്യില്ല. അപ്പം എനിക്ക് വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഞാൻ മറിച്ച് വെക്കും ഗൈസ്. എത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ കൂടുതൽ വിലക്ക് വാങ്ങാനല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ വിളിച്ചു ചോദിച്ചു, അവൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ അവൾക്ക് അവിടെ ഉണ്ട്, വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്തായാലും വാങ്ങിച്ചല്ലേ എന്നുള്ളതിൽ ഞാൻ എടുത്തിട്ട് അവൻ്റെ വീട്ടിൽ ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്, കള്ളാൻ പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നുമല്ല ഗൈസ്, അങ്ങനെ പറയുന്നത്. ചിലപ്പോൾ അവിടെ മണാലിയിൽ ഇതുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. അവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അവൻ്റെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ. അത് ഞാൻ ഭയങ്കര ഇതൊന്നുമില്ല, എനിക്കെന്തോ വാങ്ങാൻ തോന്നി വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച സാധനമാണ് ഇത്. പിന്നെ വേറെ ഒന്നും കാണിക്കണ്ടല്ലേ, മതി ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇതൊന്നല്ല, നമ്മൾ ഇതിലും കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇപ്പൊ ബാഗ് തന്നെ
2 ബാഗ് 3 ബാഗ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളതിൽ വാങ്ങിച്ച സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് യൂസിന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ പിന്നെ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇടുമ്പോ ഒരു പറയില്ല ഡ്രസ് ആരും പറയാനില്ല. 50 രൂപേന്റെ സ്റ്റോറേജിന്റെ ഇഷ്യൂ കാരണം കട്ടായി പോയി. ഞങ്ങൾ ഈ ഒരാഴ്ച പ്രോപ്പറായിട്ട് വീഡിയോ എടുത്തു. ഒരാഴ്ചയല്ല 2 ആഴ്ച. നമ്മൾ ട്രിപ്പ് പോണതിന് മുൻപേ നമ്മൾ വിചാരിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ ഈ ട്രിപ്പിന്റെ ഒരു ഈ ഇത്രയും സമയം നമ്മള് ഈ ഒരു ഫുൾ ജേർണി നമുക്ക് കവർ ചെയ്യണം, നമ്മൾ യൂട്യൂബിൽ ഇടണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ അച്ചീവ് ചെയ്തു. അതിൽ ഒരു വീഡിയോ ആണ് വിസ്മയജയന്റെ അതിബുദ്ധി കാരണം ഡിലീറ്റ് ആയി പോയത്. ആ ഒരു ദിവസത്തെ വീഡിയോ വിളിച്ച് ബാക്കി എല്ലാ ദിവസത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. എല്ലാം കാണിച്ചോന്നൊന്നും അറിയില്ല. ഇവിടെ എടുത്ത വെച്ച സാധനം തന്നെ കാണിച്ചോന്ന് അറിയില്ല. ഇത് അതുപോലെ അങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് ഞങ്ങള് റൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് പകുതി സാധനം എവിടെയല്ലോ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു വെച്ച സാധനം കണ്ടോന്ന് അറിയില്ല. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടിയൊക്കെ കിട്ടിയില്ലേ എന്തൊക്കെ നമ്മൾ വാങ്ങി. അതുപോലെ ഇനി പോകുന്നുള്ളവര് നന്നായി ബാർഗെയിൻ ചെയ്തോ. ബാർഗെയിൻ പവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏറ്റവും റേറ്റ് കുറവ് നമ്മള് 50 രൂപ തുടങ്ങിക്കോ. എന്നിട്ട് നമ്മൾ ചിരിച്ചിരി തുടങ്ങുന്നതിന് കുഴപ്പമില്ലല്ലോ. 50 രൂപ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മള് ചിലവര് പറയും പോട് എന്ന് പറയും. അത് ഓരോ സാധനത്തിന്റെ ഇത് നോക്കിയിട്ട്. ഇപ്പൊ ചിലവര് നമ്മുടെ ആണെങ്കിലും നിങ്ങൾ 10 രൂപ തുടങ്ങി. അതെ, കാരണം ഒരു സാധനം നോക്കിയിട്ട് നിങ്ങൾ ഇതിനെ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ സരോജിനി മാർക്കറ്റിലൊക്കെ പോയ സമയത്ത് ഫുൾ വിൻഡോ സ്റ്റോറേജ് നമ്മൾ ചതിച്ചതാണ് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ വേഗം മൈൻഡപ്പ് ചെയ്യണം. കാരണം ഇനി നമ്മുടെ സ്റ്റോറേജ് നമുക്ക് അതല്ല, നമ്മളിത് ഒരു 7 മണിയാവുന്നേ സോറി ഗൈസ്. ഞാൻ നേരത്തെ നമ്മളപ്പോൾ 5:30 തുടങ്ങിയ വീഡിയോ. കാരണം ഹാപ്പി 5:30 തുടങ്ങിയ വീഡിയോ ആണ്. ഇപ്പൊ നോക്കുമ്പോൾ 7 മണി, 1.5 മണിക്കൂറായി നമുക്കും മതിയായി. പക്ഷെ ഇതിന്റെ നമ്മളിപ്പോ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ 14 മിനിറ്റ് അങ്ങനെ ഉള്ളൂ. ബാക്കി മൊത്തം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ലൈറ്റിംഗ് നോക്കി അത് കഴിഞ്ഞ് പിന്നെയും പകുതി പറയും, പിന്നെ അപ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇതാക്കിയതാണ്. അപ്പോ എല്ലാം കാണിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെടുത്ത് വെച്ചത് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ഈ ട്രിപ്പിന്റെ ഒരു ഫുൾ ജേർണി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി നമുക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മള് ഷോർട്സ് ലഞ്ച് ബോക്സ് റെസിപ്പി എടുക്കും എന്ന് വിസ്മയം പറയുന്നു. കണ്ടറിയാം. നമ്മൾ രാവിലത്തെ സീൻ വരുന്നത് എണീക്കാൻ ലേറ്റ് ആവും. അപ്പോൾ ഇത് രാവിലെ നമ്മൾ ഇവിടെ ഇറങ്ങും. നമുക്ക് 8:45 ക്ലാസ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും 8:45 2 മിനിറ്റ് മുമ്പ്. ഒരു ഓട്ടപ്പാച്ചിലാണ് ഗൈസ്. കിതച്ചിട്ട് അതും ലാസ്റ്റ് ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ എത്തുക. അപ്പോ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ, നമ്മൾ പറ്റുന്ന പോലെ നമുക്ക്. നാളെ നമ്മൾ വേണമെങ്കിൽ കോളേജിലെ ഒരു ദിവസം നോർമൽ ഡേ എടുക്കാം. ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്. കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ഒരേ ക്ലാസ്സിലായിരുന്നു. പക്ഷെ ആ വേഗം എനിക്ക് തോന്നുന്നു 1 മാസം അങ്ങനെ ഉണ്ടായില്ല. അപ്പോഴത്തേക്കാണ് നമ്മൾ കഴിഞ്ഞായിരുന്നു. 1 മാസം അല്ലടാ, ഞാൻ പറയട്ടെ, ലീവെല്ലാം കഴിഞ്ഞ് ഞങ്ങള് മൊത്തത്തിൽ ലീവ് ഉണ്ടായില്ലേ എല്ലാ പരിപാടിയും. അത്രയും വർക്കിംഗ് ഡേയ്സ് നോക്കുവാണെങ്കിൽ അത്ര 1 മാസമല്ലേ വരുള്ളൂ. നമ്മള് സൺഡേ 1 മാസത്തില് 4. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ഒരേ ക്ലാസ്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ്സിലായിരുന്നു, ഇപ്രാവശ്യം ഒരു ക്ലാസ്സിലാണ്. ഇനി ഈ ഒരു 1 ഇയർ ത്രൂട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ. അതുപോലെ നമ്മള് മറ്റേ പി ജി അല്ല, റൂമിന് ടൂർ എടുക്കും. ഫ്ലാറ്റിന്റെ ഒരു ടൂർ നമുക്ക് അപ്പാർട്ട്മെന്റ് ടൂറ്, പിന്നെ മൊത്തത്തിൽ എടുക്കാം. മൊത്തം അപ്പാർട്ട്മെന്റ് കോളേജിൽ എടുക്കാം. നമുക്ക് കണ്ടന്റിന് ക്ഷാമൊന്നും ഇല്ല ഗൈസ്. പക്ഷെ നമുക്ക് സമയം, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലേ? ആരും കാണാറില്ല, അത് വേറെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യും. ഈ ഒരു വീഡിയോയില് ഞങ്ങൾക്ക് ഒരാളോട് താങ്ക്സ് പറയണ്ടേ. ആർ കെ ഞങ്ങളുടെ ടൂറിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. പക്ഷെ
ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഓരോരുത്തരുടെ ഫോണും കൊണ്ടുവരും ഇത് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരുടെ ഫോൺ കൊണ്ടുവന്നിട്ട് അങ്ങനെ നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർക്കെ നമ്മള് സ്പെഷ്യൽ താങ്ക്സ് ടു ആർക്കെ. കാരണം ആർക്കെ നമ്മളെ ട്രിപ്പ് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അടിപൊളി ട്രിപ്പ് ആയിരുന്നു. അവലോകനം പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയാ കൂളായി, ഒരു ഹറിബറിയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ചില്ലായി. ഇത്രയും നമ്മള് പോണതിന് മുൻപ് ഇത്രയും ദിവസത്തെ ട്രിപ്പാണ്. നമുക്ക് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവുന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയത്. ഫുഡിന്റെ കാര്യമാണെങ്കിൽ ഫുഡ് നമുക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ട്രിപ്പിന്റെ ഉണ്ടാകുന്ന ഫുഡിന്റെ പ്രശ്നമായിരിക്കും. അത് നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് കറക്റ്റ് നല്ല ഫുഡൊക്കെ എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. കാരണം എല്ലാരും കന്നഡ തമിഴ് നമ്മള് എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡായിരുന്നു. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ്, നല്ല ഫുഡ്. അപ്പൊ നല്ല ഫുഡ്, ക്വാണ്ടിറ്റി ആയാലും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അപ്പൊ പിന്നെ ആർക്കെങ്കിലും എന്താ പറയാ പ്ലാനും കാര്യങ്ങളും വേർത്തായിരുന്നു തന്നെ എനിക്ക് പറയാനുള്ളത്. അതെ, എന്തുകൊണ്ടും നമുക്ക് ഈ ട്രിപ്പ് എന്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരുപോലെയാണല്ല. കാരണം നമ്മൾ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെല്ലാരും ഉണ്ട്. ഈ ഒരു ബിൽഡിംഗ് മൊത്തം നമ്മള് പ്ലാൻ ചെയ്ത ഫസ്റ്റ് ട്രിപ്പ് നടക്കുന്നത്. അപ്പൊ അതിന്റെയും കൂടി ഒരു ഇതുണ്ടാവും അല്ലെ. അപ്പൊ ആർക്കെ താങ്ക് യു. ആർക്കെ എന്തായാലും കാണുന്നറിയാം, അതുകൊണ്ടാണ് താങ്ക് യു. കണ്ടില്ലേ നമ്മൾ അയച്ചു കൊടുക്കും അല്ലെ. അതെ, അയച്ചു കൊടുത്ത് കാണിപ്പിക്കും. അപ്പൊ ആർക്കേക്ക് ഒരു താങ്ക് യു എടുക്കുന്നു. ബൈ ഗൈസ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. അടുത്ത പ്രാവശ്യം നമ്മൾ ചന്ദന സൂര്യനെ കൊണ്ടുവരാം കേട്ടോ. ബൈ ഗൈസ്. ചന്ദന നമ്മളെ കൂടെയല്ല, ചന്ദന വേറെ ക്ലാസ്സിലാണ്. പക്ഷെ എന്നാലും നമുക്ക് വീഡിയോയില് കാണാം. ബൈ ബൈ. നല്ല വീഡിയോ.